പത്തനംതിട്ട RT ഓഫീസ് കാലങ്ങളായി പ്രവർത്തിക്കുന്നത് ഈ കെട്ടിടത്തിലാണ്. വർഷാവർഷം വാടക ഉയരും. ഇപ്പോൾ ഈ ഇനത്തിലെ പ്രതിമാസ ചെലവ് 72,000 രൂപയാണ്. ഇതുമാത്രമല്ല, റീജിയണൽ RT ഓഫീസുകളടക്കം മോട്ടോർ വാഹന വകുപ്പിന്റെ മറ്റ് നിരവധി ഓഫീസുകളും പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടങ്ങളിൽ തന്നെ. ആന്റണി രാജു ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്താണ് RT ഓഫീസുകൾ KSRTC വക കെട്ടിടങ്ങളിലേക്ക് മാറ്റാനുള്ള തീരുമാനം. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തുടനീളം സ്ഥലപരിശോധനകൾ നടന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നിരവധിയിടങ്ങളിൽ KSRTCക്ക് പുതിയ കെട്ടിടങ്ങളോ ബസ് ടെർമിനലുകളോ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അവിടങ്ങളിൽ ഏറിയ പങ്ക് സ്ഥലവും വെറുതെ കിടക്കുകയാണ്. പത്തനംതിട്ടയിലേക്ക് വന്നാൽ സ്ഥിതി മറ്റൊന്നാണ്. കെട്ടിടം പണി പൂർത്തിയാകും മുൻപേ കടമുറികൾ ലേലത്തിൽ വെച്ചു. 8 വർഷമായിട്ടും ആർക്കും സ്ഥലം അനുവദിച്ചില്ല. KSRTC ഞങ്ങളിപ്പോൾ എന്താണ് നേരത്തെ മുമ്പുണ്ടായിരുന്ന മന്ത്രിയെ കണ്ടു, ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള ഗണേഷ് കുമാറിനെയൊക്കെ കണ്ടാണ്. പക്ഷേ നവകേരള സദസ്സിൽ ഞങ്ങൾ പരാതിയൊക്കെ കൊടുത്തത്, പക്ഷേ എൻ്റെ ഒന്നും ആയിട്ടില്ല. 7 കൊല്ലത്തോളമായി ഞങ്ങൾ പണം മുടക്കിയിട്ട്. അതേസമയം യൂണിറ്റ് ഓഫീസുകൾ ജില്ലാ ഓഫീസുകളായി ഉയർത്തിയ പശ്ചാത്തലത്തിലാണ് ഒഴിവ് വന്ന സ്ഥലങ്ങളിലേക്ക് RT ഓഫീസുകൾ പ്രവർത്തനം മാറ്റാൻ തീരുമാനിച്ചതെന്നാണ് കോർപ്പറേഷൻ അധികൃതർ വിശദീകരിക്കുന്നത്. ഓഫീസ് പ്രവർത്തനം പഴയ നിലയിലേക്ക് എത്തിയതോടെ മുൻ തീരുമാനം നടപ്പാകാതെ പോവുകയായിരുന്നു അത്രേ. RT ഓഫീസുകൾ മാത്രമല്ല, വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന സർക്കാർ ഓഫീസുകളും കോർപ്പറേഷന്റെ ഒഴിഞ്ഞ കെട്ടിടങ്ങളിലേക്ക് മാറ്റാനാകണം. നഷ്ടത്തിലോടുന്ന KSRTCക്ക് വാടക ഇനത്തിൽ കോടികൾ ലഭിക്കാൻ അത് വഴിയൊരുക്കും. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.